ഹായ് ഓൾ വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെർച്ച് അൽഗോരിതം എന്താണെന്നാണ്. അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സെർച്ച് അൽഗോരിതത്തിൽ വരുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ടെർമിനോളജി എന്ന് പറയുന്നത് സെർച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ സെർച്ച് പ്രോബ്ലം ഇൻ എ സെർച്ച് സ്പേസ്. സെർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെർച്ച് അൽഗോരിതം യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന പ്രോബ്ലം, അതായത് ആ ഒരു പ്രോബ്ലത്തിനെ സെർച്ച് സ്പേസിലിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് സെർച്ച് എന്ന് പറയുന്നത്. ഇനി എന്താ ഈ സെർച്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു പ്രോബ്ലം എടുത്താലും അതിന് ഒരുപാട് സൊല്യൂഷൻസ് കാണുമല്ലേ, ആ ഒരു സൊല്യൂഷൻ സെറ്റിനെയാണ് സെർച്ച് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് എന്താ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ സെർച്ച് പ്രോബ്ലം. ഒരു സെർച്ച് പ്രോബ്ലത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം ഇൻ എ ഗിവൺ സെർച്ച് സ്പേസ്. ഓക്കെ, ഇനി പറയുന്ന സെർച്ച് പ്രോബ്ലത്തിന് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സെർച്ച് സ്പേസ്, ഒന്ന് സ്റ്റാർട്ട് സ്റ്റേറ്റ്, ഒന്ന് ഗോൾ സ്റ്റേറ്റ്. സ്റ്റാർട്ട് സ്റ്റേറ്റും ഗോൾ സ്റ്റേറ്റും എന്താ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താ സ്റ്റാർട്ട് സ്റ്റേറ്റ്, നമ്മൾ ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റിനെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്നും കാണും. ഗോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ അച്ചീവ് ചെയ്യുന്ന മീൻസ് നമ്മുടെ റിസൾട്ട് ഇരിക്കുന്ന സ്റ്റേറ്റിനെയാണ് ഗോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു ഫൈനൽ സ്റ്റേറ്റ്. ഇനി സെർച്ച് സ്പേസ് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സെർച്ച് സ്പേസ് റിപ്രസെൻറ്റ് ദ സെറ്റ് ഓഫ് പോസിബിൾ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെർച്ച് സ്പേസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെർച്ച് ട്രീ? സെർച്ച് ട്രീ എന്ന് പറഞ്ഞാൽ ട്രീ റെപ്രസെൻറ്റേഷൻ ഓഫ് സെർച്ച് പ്രോബ്ലം. സെർച്ച് പ്രോബ്ലത്തിനെ നമ്മളൊരു ട്രീയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് സെർച്ച് ട്രീ എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് സെർച്ച് ട്രീ ഈസ് ദ റൂട്ട് നോഡ് വിച്ച് ഈസ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോഡ്സും കാണും, അതുപോലെ എഡ്ജസും കാണും. അപ്പോൾ ഈ റൂട്ടായിരിക്കും എന്ത്, ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ട്രീ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെർച്ച് പ്രോബ്ലത്തിനെയാണ് സെർച്ച് ട്രീ എന്ന് പറയുന്നത്. റൂട്ടായിരിക്കും അവിടുത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇനി നെക്സ്റ്റ് ടെർമിനോളജി ഇൻ സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 5 കമ്പോണൻറ്റ്സ് ഇൻ പ്രോബ്ലം ഫോർമുലേഷൻ പഠിച്ചില്ലേ, ആ വരുന്ന 5 കമ്പോണൻറ്റും കൂടെയാണ് എന്ത് അടുത്ത ടെർമിനോളജീസ് ഇൻ സെർച്ച് അൽഗോരിതം. ഇനിഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ആക്ഷൻ എന്താണെന്ന് പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ എടുക്കുന്ന പോസിബിൾ മൂവ്സിനെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസിഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഓരോ ആക്ഷൻ്റെയും ഡിസ്ക്രിപ്ഷനാണ്. ഗോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ തന്നേക്കുന്ന സ്റ്റേറ്റ് ഒരു ഗോൾ സ്റ്റേറ്റ് ആണോ ഇല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ടെസ്റ്റാണ് ഗോൾ ടെസ്റ്റ്. പാത്ത് കോസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു മിനിമം ഡിസ്റ്റൻസിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊണ്ട് ഡിഫൈൻ ചെയ്യും. അന്നേരം പറഞ്ഞ കാര്യമാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എപ്പോഴും പാത്ത് കോസ്റ്റ് കുറവായിരിക്കും. സോ ഇത്രയും ടെർമിനോളജീസാണ് സെർച്ച് അൽഗോരിതത്തിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സെർച്ച് അൽഗോരിതത്തിലെ ടെർമിനോളജി. സെർച്ച് അതിൻ്റെ 3 ഫോംസ്, സെർച്ച് സ്പേസ്, ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റേറ്റ്, പിന്നെ ഗോൾ സ്റ്റേറ്റ്, പിന്നെ സെർച്ച് ട്രീ രണ്ടാമത്തേത്, മൂന്നാമത്തേത് ആക്ഷൻ, നാലാമത്തെ ട്രാൻസിഷൻ മോഡൽ, അഞ്ചാമത്തെ ഗോൾ ടെസ്റ്റ്, ആറാമത്തെ പാത്ത് കോസ്റ്റ്. അപ്പോൾ മിനിമം പാത്ത് കോസ്റ്റ് ആയിരിക്കും ഒപ്റ്റിമൽ സൊല്യൂഷനിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നതാണ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച്. അതിൻ്റെ അകത്ത് വരുന്നതാണ് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത് സ്റ്റേറ്റ് സ്പേസിൻ്റെ ഒരു ജനറൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തേക്കുന്നത്. ഒരു കോളൻ ഇട്ടിട്ട് സെറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എസ് കോമ എ കോമ ആക്ഷൻ ഓഫ് എസ് കോമ റിസൾട്ട് ഓഫ് എസ് കോമ എ കോസ്റ്റ് ഓഫ് എസ് കോമ എ. ഈ ആദ്യത്തെ എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു. അത് ഈ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. ഈ എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു. എ എന്ന് പറയുന്ന പോസിബിൾ ആക്ഷനും, ആക്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ഷൻസ് പെർഫോംഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലും പെർഫോം ചെയ്യുന്ന ആക്ഷനും, റിസൾട്ട് ഓഫ് എസ് കോമ എ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് എസ് കോമ എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഓർ ഡിസ്റ്റൻസ്. അതായത് ടൈമിനെയോ ഡിസ്റ്റൻസിനെയോ ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ. നമ്മൾ മെയിൻലി എടുക്കുന്ന എന്തുവാ, ഡിസ്റ്റൻസ് ആയിരിക്കും. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ലീസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ആണ്. ചിലപ്പോൾ 3 മാർക്കിന് ചോദിച്ചേക്കാം. ഈ ഒരു ഫോർമാറ്റ് എഴുതുക, ഇതിൽ ഓരോന്നും എന്താണെന്ന് എഴുതണം. ഇനി അടുത്തതെന്ന് പറയുന്നത് മെഷറിംഗ് പ്രോബ്ലം
അല്ലെങ്കിൽ സോൾവിങ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സെർച്ച് അൽഗോരിതം എന്ന് നമുക്ക് എക്സാമിന് ചോദിക്കും. അതായത് നമ്മൾ പെർഫോമൻസ്, അതായത് നമ്മുടെ ഇപ്പം എങ്ങനെയാണ് സെർച്ച് അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, ഒരു അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യും, അതായത് സോൾവിങ് പെർഫോമൻസ് അല്ലെങ്കിൽ മെഷറിങ് പ്രോബ്ലം, അതിൻ്റെ പ്രോബ്ലം നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സെർച്ച് അൽഗോരിതം ഇങ്ങനെ ചോദിച്ചാൽ എഴുതേണ്ട പോയിന്റ്സ് ആണ്. ഒന്നാമത്തേത് കംപ്ലീറ്റ്നെസ്. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഈസ് വി ഫൈൻഡ് ദ സൊല്യൂഷൻ ദാറ്റ് എക്സിസ്റ്റ്, അതായത് അതിലുള്ള സൊല്യൂഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയോ, ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയോ. അടുത്ത ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത് ഡസ് ദ സ്ട്രാറ്റജി ഗീവ് ഒപ്റ്റിമൽ സൊല്യൂഷൻ, നമ്മൾ എടുത്ത സ്ട്രാറ്റജി നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നോ, മീൻസ് ഒരുപാട് സ്ട്രാറ്റജീസ് കാണുമല്ലോ നമുക്ക് സൊല്യൂഷനിലോട്ട് എത്താൻ, അതിൽ നമ്മളെടുത്ത സ്ട്രാറ്റജി നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നോ. ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും, ലെസ് ടൈമിലായിരിക്കണം ആ ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ, ആ അൽഗോരിതം എത്ര സമയമെടുത്തു ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഇപ്പം മെയിൻലി ഗുഡ് അൽഗോരിതം ആണെങ്കിൽ എന്തായിരിക്കണം, ലെസ് ടൈം ആയിരിക്കണം. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഹൗ മച്ച് മെമ്മറി ഈസ് നീഡഡ് ടു പെർഫോം, അത് പെർഫോം ചെയ്യാനായിട്ട് എത്ര മെമ്മറി എടുത്തു, അതും എന്തായിരിക്കണം, ലെസ് മെമ്മറി ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി മെഷേഴ്സ് ഇൻ ടേം ഓഫ് പ്രോബ്ലം ഡിഫിക്കൽട്ടി ലെവൽ. ഈ പറയുന്ന പെർഫോമൻസിൽ വരുന്ന പോയിന്റ് ആണ്. പ്രോബ്ലത്തിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചിരിക്കും ടൈമും സ്പേസും അല്ലേ. പ്രോബ്ലം ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും, അതുപോലെ ഒരുപാട് സ്പേസ് എടുക്കും, അതിൻ്റെ പല എലമെൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലം സൊല്യൂഷനിലോട്ട് എത്തുന്ന ടൈമിൽ. ഇനി ഈ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ടൈം സ്പേസ് കോംപ്ലക്സിറ്റി ലെവലിനെ നമ്മൾ 3 ഫാക്ടേഴ്സ് കൊണ്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്, BDM. ബി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് ഫാക്ടർ ഓഫ് ട്രീ, അതായത് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നോഡിന് എത്ര ചൈൽഡ് ഉണ്ട് അതാണ് അതിൻ്റെ ബ്രാഞ്ചിങ് ഫാക്ടർ. ഇപ്പോൾ ഇത് എ എന്ന് പറയുന്ന നോഡാണെങ്കിൽ ഇതിന് BC എന്ന് പറയുന്ന ചൈൽഡ് ഉണ്ടെങ്കിൽ എയുടെ ബ്രാഞ്ചിങ് ഫാക്ടർ എത്രയായിരിക്കും, 2. ഇപ്പോൾ ബിക്ക് ഞാൻ ഒരൊറ്റ ചൈൽഡ് ഇട്ടു T എങ്കിൽ ബിയുടെ ബ്രാഞ്ചിങ് ഫാക്ടർ എന്തായിരിക്കും, 1. അതാ ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നോഡിൻ്റെ ചൈൽഡിനെ ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് എന്താ, ബി എന്ന് പറയുന്ന ബ്രാഞ്ചിങ് ഫാക്ടർ ഓഫ് ദ ട്രീ. ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ടു ദ ഗോൾ നോഡ്, അതായത് ഇപ്പോൾ എൻ്റെ ഗോൾ നോഡ് ഇതാണെങ്കിൽ എയിൽ നിന്ന് എനിക്ക് ഇതിലോട്ട് വരാനുള്ള ആ ഒരു ഡെപ്ത് എത്രത്തോളം ഉള്ളിലോട്ട് ഞാൻ വരണം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എം എന്ന് പറയുന്ന മാക്സിമം ലെങ്ത് ഓഫ് ദ പാത്ത് ഇൻ സ്റ്റേറ്റ് സ്പേസ്, അതായത് ഈ ഒരു ട്രീയുടെ മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ മാക്സിമം ലെങ്തിനെയാണ് എം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്.